ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കുള്ള സ്വത്ത് അത് വിശ്വാസികൾ ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവാണ്. വഖഫ് സംബന്ധിച്ച് നേരിട്ട് ഖുറാനിൽ നിർദ്ദേശമൊന്നുമില്ല. പക്ഷെ നിരവധി ഹദീസുകളിൽ ഉരുത്തിരിഞ്ഞ ആശയമാണിത്. ഒരു വരുമാനവും ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രീതി മാത്രമാണ് വഖഫിലൂടെ ലക്ഷ്യമിടുന്നത്. വഖഫ് സ്ഥാപിച്ച വ്യക്തിയും തുടർന്നുള്ള സൂക്ഷിപ്പുകാരും ദൈവത്തിനു വേണ്ടി ഈ സ്വത്ത് സംരക്ഷിക്കണം. ഗുണഭോക്താക്കൾ മാറിയാലും വസ്തു വഖഫ് ആയി പ്രഖ്യാപിച്ചാൽ തിരിച്ചെടുക്കാനാവില്ല. വഖഫ് വസ്തുക്കളുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് മുത്തവല്ലിയാണ്, അതായത് മേൽനോട്ടക്കാരൻ. വഖഫ് വസ്തുക്കളുടെ മൂല്യത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് പരിശോധിക്കാം. വഖഫ് ബോർഡിന് കീഴിലുള്ള വസ്തുവകകളുടെ ആകെ മൂല്യം 1.2 ലക്ഷം കോടി രൂപയാണ്. രാജ്യത്താകെ 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 8.7 ലക്ഷം സ്വത്തുക്കൾ. അങ്ങനെ ആകെ 3,54,628 വഖഫ് ആസ്തികൾ. ഇതിൽ സ്ഥാവര സ്വത്തുക്കൾ മാത്രം 8,58,238 എണ്ണമാണ്. ജംഗമ വസ്തുക്കൾ 16,628 എണ്ണവും. ഇതിൻ്റെ അവലംബം 2022 സെപ്റ്റംബർ 30 വഖഫ് ബോർഡ് നടത്തിയ സർവേ തന്നെയാണ്. 18 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് സ്വത്തായി കിടക്കുന്നുണ്ട് എന്നാണ് ഒരു കണക്ക്. എന്നാൽ ഇത് തെളിയിക്കാൻ ആധികാരികമായ ഡാറ്റ ഇല്ല. സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഇന്ത്യയിൽ 3ാമത്തെ ഏറ്റവും വലിയ സ്വത്ത് കൈയാളുന്നത് വഖഫ് ആണ് എന്നാണ്. അഴിമതി, കയ്യേറ്റം, ദുരുപയോഗം എന്നിങ്ങനെ അന്യാധീനമായത് ഇങ്ങനെ കണക്കില്ലാത്ത സ്വത്താണ് ഇതിന് കീഴിലുള്ളത്.